ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാർഡമൻ റോളാണ്. ഇത് വെരി ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അധികം താമസമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ബട്ടർ വേണം. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇത് ഉരുക്കിയെടുക്കണം. ആദ്യം നമുക്കിതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം. ബട്ടർ ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇച്ചിരി തണുത്ത ശേഷമാണ് ഞാൻ പാൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു മുട്ട മുഴുവനോടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്തിരിക്കുന്നത് പൊടിയായിട്ടുള്ള ഈസ്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതാണ് ഇങ്ങനെയുള്ള ബണ്ണ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പൊടി ഈസ്റ്റ് ചേർക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. ഈസ്റ്റിൻ്റെ ചുവ വരത്തില്ല. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊങ്ങാനൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് സെയിം ടൈമിൽ തന്നെ നമുക്ക് അതിലേക്ക് മൈദാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 3 കപ്പ് മൈദയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ അളവുകളെല്ലാം കറക്റ്റാണെങ്കിൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഒത്തിരി നേരം കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മതിയാവും. അതിനുശേഷം നമുക്കിന്ന് അടച്ച് വെച്ച് ഒരു 1.5 മണിക്കൂർ നേരം 1 മണിക്കൂർ എങ്കിലും മിനിമം വെക്കുക, പൊങ്ങാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഒരു 1.25 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച്, ഒത്തിരി സമയമൊന്നും കുഴയ്ക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ആ എയർ കളഞ്ഞ് ഒന്നുകൂടി ഒന്ന് കുഴച്ച് ഒരു മണിക്കൂറും കൂടി ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിനി എടുത്ത് ചെറിയ ചെറിയ ബോളുകളാക്കാം. ഇത്രയും മൈദ 3 കപ്പ് മൈദയ്ക്കകത്തുനിന്ന് 16 റോൾസ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ 16 റോൾസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വലുപ്പത്തിലുള്ള 16 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇത് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കി ഒരു 10 മിനിറ്റ് നേരം കവർ ചെയ്ത് വെക്കാതെ അതിനുശേഷം ഓരോന്നാക്കി എടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. നമ്മളിങ്ങനെ ഉരുട്ടുമ്പം നടുഭാഗത്തു നിന്നാണ് ഉരുട്ടാനായിട്ട്. കാരണം നമ്മളിത് മടക്കി വരുമ്പോഴത്തേനും അവിടെ കട്ടി കൂടി പോകരുത്. അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഉരുട്ടി നമുക്ക് ആവശ്യമുള്ള നീളത്തിലെടുക്കുക. അതിനുശേഷം നമ്മൾ 2 സൈഡും ഒരു വശം മേലോട്ട് ഒരു വശം താഴോട്ടും ആക്കുമ്പോഴത്തേനും ഇങ്ങനെ എളുപ്പത്തിൽ പിരിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഉരുട്ടി നമുക്ക് പിരിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ആക്കി എടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷേപ്പ് കിട്ടും. ഇത് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഉരുട്ടുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. തെന്നിപ്പോവും. ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇതെല്ലാം ആക്കി വെച്ച ശേഷം ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് വെക്കാം നമുക്ക്. അത് കഴിഞ്ഞ് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റാണ്. പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്.
ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പം ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചാൽ മതി. എടുത്ത് എണ്ണയിലേക്കിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് കൊടുക്കുക. ഒത്തിരി ചൂടായ എണ്ണ ഇടുകയും ചെയ്യരുത്. അത് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, അതിൻ്റെ കളറ് ചേഞ്ച് ആകുന്ന ആ സമയമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണിത്. ഇതിപ്പം പാകത്തിന് വെന്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. അത് കുറച്ച് തണുത്ത ശേഷം, ഒത്തിരി തണുത്ത് പോകുമൊന്നും വേണ്ട, കുറച്ചൊരു ജസ്റ്റ് ഭയങ്കര ഒരു ചൂട് മാറിയ ശേഷം ഇത് പഞ്ചസാരയിലേക്ക് ഇട്ട് എന്തെങ്കിലും ഒരു ടൈപ്പ് കവർ എടുത്തിട്ട്, എൻ്റെ അടുത്തിപ്പം പ്ലാസ്റ്റിക് കവറേ ഉള്ളൂ, അതിലേക്ക് പഞ്ചസാരയും കാർഡമം പൗഡറാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഇതും കൂടി ഇട്ട് കൊടുത്തൊന്ന് കുലുക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ മധുരം പിടിക്കും. അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അടുത്ത് കവറുകളൊന്നുമില്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് പഞ്ചസാരയും കാർഡമം അല്ലെങ്കിൽ സിനമൺ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ പൊടിയും കൂടി ഇട്ട ശേഷം ഇതുപോലെ കുലുക്കി എടുത്താലും മതിയാവും. ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അകം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വേറെ ഐറ്റമായിട്ട് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ.